പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തുടങ്ങുന്നത് കേട്ടോ. അനാമിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ കുശുമ്പിനും കുന്നായ്മയ്ക്കുമൊക്കെ കൂട്ടി നിൽക്കാനൊക്കെ വരുന്നത് ആ ജലജാൻ്റിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ കാണുന്നൊന്നുമില്ലല്ലോ. അവരെന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അവർക്കിടയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അടുക്കിലേക്ക് ഇപ്പോൾ വന്ന് സംസാരിക്കാത്തതും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വരുമായിരുന്നു. ഇപ്പോൾ ഏത് നേരവും ആ അബിയും ജലജാൻ്റെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം. പിന്നെയാണെങ്കിൽ ആ നവ്യയോടും സംസാരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി മരുമകളെയും കൊച്ചുമകളെയൊക്കെ സ്നേഹിച്ച് തുടങ്ങിയോ എന്നുള്ള രീതിയിലൊക്കെ സംശയമൊക്കെ അനാമികയ്ക്ക് വരികയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ പേരക്കുട്ടിയെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ വിനയാകും. അതിനൊരിക്കലും സമ്മതിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരികയറ്റിക്കൊണ്ടിരിക്കണം. അവിടെ ഏട്ടത്തെയും അനിയത്തിയെയും ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അവരുടെ സ്നേഹം തുടങ്ങുന്നത്. അതൊന്നും നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ അനാമിക ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ ജലജാണെങ്കിൽ വേറെയുള്ള പടിയിലാണ്. ആ ചന്തുമോളെ കാര്യം പറഞ്ഞിട്ട് ആദർശനെയും നയനയെയും ഒക്കെ തെറ്റിപ്പിരിക്കാനും നവ്യയെയും നയനയെയും ഒക്കെ പിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. പക്ഷെ അതൊന്നും നമ്മുടെ അനാമിക അറിയുന്നില്ല. അങ്ങനെ അനാമിക കരുതുന്നുണ്ട്, അല്ല ഇവർക്കിടയിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ അത് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാനറിയാതെ ഒരു കാര്യവും ഇവിടെ നടക്കണ്ട, അങ്ങനെ അവർ വലിയ ആളുകളാവണ്ട എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനയൊക്കെ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ചന്തുമോൾ ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ ഇപ്പോൾ പോവണ്ട, എൻ്റെ അടുത്ത് നിൽക്കണം, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായെന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ അമ്മൂമ്മയുണ്ടല്ലോ, അമ്മൂമ്മ മോളെ നല്ലതുപോലെയല്ലേ നോക്കുന്നത്, പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, അമ്മ കുറേ നേരം അവിടെയൊന്നും നിൽക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ചന്തുമോള് അവരെ യാത്രയാക്കുകയാണ്. പോകുന്ന സമയത്ത് നയന ആദർശനോട് പറയുന്നുണ്ട്, എന്തായാലും പെട്ടെന്ന് തന്നെ വരണം. അനാമികയും പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയും ഒക്കെ ഇനി ചന്തുമോൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. പിന്നെ അർജൻറ്റായിട്ടുള്ള ഒരു കാര്യത്തിനായതുകൊണ്ടാണ് ഞാൻ ആദർശൻ്റെ കൂടെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന കാഴ്ച അനാമിക കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഓ ഭാര്യയും ഭർത്താവും പോകുന്ന പോക്ക് കണ്ടില്ലേ എന്നൊക്കെ അനാമിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നമ്മുടെ അനാമിക നോക്കി നിൽക്കുന്ന സമയത്താണ് ജലജയും അഭിയും പുറത്തൊക്കെ പോയി തിരികെ വരുന്നത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അനാമിക ചിന്തിക്കുന്നുണ്ട്, ഞാൻ കരുതിയതുപോലെ തന്നെയാണ്, ഇവർക്കിടയിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും അവരെങ്ങോട്ടാണ് പോയത് എന്നുള്ളതൊക്കെ അറിയണം. എന്തായാലും അവർ സംസാരിക്കാതിരിക്കില്ല, എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക താഴത്തോട്ട് വരികയാണ്. അങ്ങനെ അവർ നേരെ കയറിയിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ നിന്നിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ ജലജയും അഭിയൊക്കെ. അങ്ങനെ ജലജയോട് അഭി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവളെയും ചേച്ചിയെയും തമ്മിലടുപ്പിക്കണം, അല്ലാതെ ഇവിടെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, അല്ലടാ എനിക്ക് മനസ്സിലാവാത്തതേ, നീ എന്ത് തെറ്റ് ചെയ്താലും അത് കൊട്ടി ആഘോഷിക്കാനും നിനക്ക് ശിക്ഷ തരാനുമൊക്കെ ഇവിടെ ആളുണ്ട്. പക്ഷെ ആ ആദർശ് എന്ന് പറയുന്നവൻ തെറ്റ് ചെയ്തിട്ട് അത് തെളിഞ്ഞിട്ട് പോലും അവനെ ഒന്ന് ശിക്ഷിക്കാനോ അവനെ ഒന്ന് ശകാരിക്കാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഏറ്റവും കൂടുതൽ ശിക്ഷ തരുന്ന ആളാണല്ലോ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ. അവർ പോലും ഇപ്പോൾ ആദർശിനെ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടും അവനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതൊന്നും അങ്ങനെ വിടാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഒരാൾക്കൊരു നിയമവും ആയാൽ ശരിയാവില്ലല്ലോ. എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ, നിന്നെപ്പോലെ തന്നെയല്ലേ ആദർശും. അപ്പോൾ ശിക്ഷ എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, അമ്മ എന്തായാലും ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കണം, പിന്നെ ഓവറായിട്ട് ചളമാക്കാൻ നിൽക്കണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട്, അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. ഓ, അപ്പോൾ എന്തൊക്കെയോ ഞാൻ വിചാരിച്ചതുപോലുള്ള ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ടല്ലേ, എന്തൊക്കെയോ ഇവർക്ക് പിന്നിലുണ്ട് എന്നൊക്കെ പറയുകയാണ്, ചിന്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അബിയോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇനിയിപ്പോൾ അച്ഛൻ അവനെ ഇത്രത്തോളം വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ആ ചന്തുമോളുടെ അച്ഛൻ അവൻ തന്നെ ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെന്താ അമ്മയ്ക്കൊരു സംശയം പോലെ എന്നൊക്കെ പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല എല്ലാത്തിലും അവസാനം പ്രതിയായിട്ട് നീയാണല്ലോ വരാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്
അഭി പറയുന്നുണ്ട്, തെറ്റുകൾ ഒരുപാട് ഞാനും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്തായാലും ഇപ്പോൾ ആദർശേട്ടൻ്റെ തലയിൽ തന്നെയാണല്ലോ ആ ഒരു കുറ്റമുള്ളത്. അത് അങ്ങനെ തന്നെ നിന്ന് വെളുപ്പിക്കാനാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ജലജ പറയുന്നുണ്ട്, അപ്പോൾ ഇതുമായിട്ട് എന്തൊക്കെയോ നിനക്കും ബന്ധമുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും ഇപ്പോൾ തൽക്കാലം അമ്മ അറിയണ്ട എന്ന് പറയുകയാണ് അഭി. അങ്ങനെ ഇത് കേട്ടിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട്, അവൻ ഇങ്ങനെ പറയണമെങ്കിൽ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. ഇനി ചന്തുമോളുടെ അച്ഛൻ ഇവനാണോ? ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനും അച്ഛനും അമ്മയും നേരിട്ട് കണ്ടതാണല്ലോ കാമുകിയുമായിട്ട് ചുറ്റി കറങ്ങുന്നതും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ ചന്തുമോളുമായിട്ട് ഇവന് എന്തോ ഒരു ബന്ധമുണ്ട്. ഇനി ഇവൻ്റെ കുഞ്ഞ് തന്നെയാകുമോ എന്നുള്ള രീതിയിലൊക്കെ അനാമിക ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് ജലജ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അബിക്കൊരു കോള് വരുന്നത്. അങ്ങനെ കോള് വരുന്ന സമയത്ത് ചന്തുമോളുടെ കാര്യവും അനഘയുടെ കാര്യമൊക്കെയാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട്, നീ എന്നെ ടെൻഷൻ അടിപ്പിക്കില്ല. ആ അനഘ എന്ന് പറയുന്നവൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒരു കാര്യത്തിലും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട. അവൾ വായ തുറന്നാൽ പിന്നെ ഈ ചന്തുമോള് എൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് അനന്തപുരിയിൽ എല്ലാവരും അറിയും. അതൊരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ അബി ഫോണിലൂടെ പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട്, ഓ ഞാൻ കരുതിയതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ. ഇവൻ്റെ കുഞ്ഞാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവനെ വെച്ച് ഒരു കളി കളിക്കുക തന്നെ വേണം. ഏതായാലും ഇവിടെ നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ നേടിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് വെച്ച് ഇവനെ കൊണ്ട് തന്നെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞത് ഒരു കരുക്കളായിട്ട് കരുതിയിട്ട് മുന്നോട്ട് പുതിയ പുതിയ പ്ലാനുമായിട്ട് പോകാനാണ് അനാമിക തീരുമാനിക്കുന്നത്. അപ്പോൾ അനാമികയുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.